ഹൈവേയിലോ എക്സ്പ്രസ് വേയിലോ വാഹനം ഓടിക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ. രാജ്യത്തെ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്ന് ഫെബ്രുവരി 17 മുതൽ മാറുന്നു. ഈ മാറ്റം ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ കാറിലെ ആളുകളെയും ബാധിക്കും. എന്താണ് പുതിയ നിയമം? ഫാസ്ടാഗ് സ്കാൻ ചെയ്യുന്നതിന് 60 മിനിറ്റ് മുമ്പ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടോൾ ബൂത്തിൽ എത്തുന്നതിന് 1 മണിക്കൂറിൽ കൂടുതൽ കുറഞ്ഞ ബാലൻസ് ഉണ്ടാവുകയോ ചെയ്താൽ പിന്നീട് ഇടപാട് നടക്കില്ല, ഫെയിലാകും. അതുപോലെ ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷം ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ ഇടപാട് വീണ്ടും നിരസിക്കപ്പെടും. ഈ 2 ഘട്ടങ്ങളിലും ഫാസ്ടാഗ് ഉടമകളിൽ നിന്ന് പിഴയായി ഇരട്ടി ടോളാണ് ഈടാക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റിലാകുന്നത്? ഏറ്റവും പ്രധാനമായ കാരണം കുറഞ്ഞ ബാലൻസ് ആണ്. റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ KYC അപ്ഡേറ്റ് ആക്കുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകും. അതുകൊണ്ട് ഫാസ്ടാഗിന്റെ സ്റ്റാറ്റസ് എത്രയും പെട്ടെന്ന് പരിശോധിക്കുക. ഇനി എങ്ങനെ ഫാസ്ടാഗിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാം? ബ്രൗസർ ഓപ്പൺ ചെയ്ത് npci.org.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ എടുത്ത് വാട്ട് വി ഡു ഓപ്പൺ ചെയ്ത് അവിടെ കാണുന്ന NETC ഫാസ്ടാഗ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴോട്ട് വന്നാൽ സ്റ്റാറ്റസ് നോക്കാനുള്ള ഒരു ലിങ്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി വെഹിക്കിൾ നമ്പറോ ഫാസ്ടാഗ് ഐഡിയോ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കൂടി ചേർത്ത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫാസ്ടാഗ് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാം. ആക്ഷൻ എന്ന കോളത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടോ.